ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് കണ്ടില്ലേ, ഇതിൽ മഴ പെയ്ത് നിറഞ്ഞ വെള്ളമാണ്. ഇത് നിറച്ചും കൂത്തെന്ന് പറഞ്ഞാൽ കൊതുക് മുട്ടയിട്ട് ഒരുപാട് കൂത്തനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ കണ്ടു നോക്കുമ്പോൾ കുറച്ച് ഗപ്പികളെ വാങ്ങിയിട്ട് ഇതിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗപ്പികളൊക്കെ വന്ന് കൊടുന്ന് നോക്കുമ്പോൾ അതിൽ പാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എല്ലാ മീനുകളെയും ഇതിൽ കണ്ടിട്ടു. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല വെയിലാണ്. അപ്പോൾ ഇതാണിത്, ഞാൻ നിറച്ചും കൂത്തൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കൊതുകുകൾ പെരുക്കും. അപ്പം ഇനി ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ കുപ്പികളൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ ഇതിലിപ്പോൾ അങ്ങ് നോക്കി കഴിഞ്ഞാൽ അറിയാം, മീൻ പാറ്റിയിട്ട് ഇന്ന് കൊടുന്ന പാടന്നെ മീൻ പാറ്റിയിട്ടുണ്ട്. അതിൽ കുട്ടികളൊക്കെ ഉണ്ട്, ഈ മൂലൊക്കെ ഉണ്ട്. ഒന്ന് അത് താഴോട്ട് പോയിട്ട് ഒന്നുണ്ടായിരുന്നു, താഴോട്ട് പോയിട്ടുണ്ട്. ഈ കാണുന്നൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂത്താടികളാണ്, കൂത്താടി. അപ്പോൾ ഇതിങ്ങ് നമ്മൾ ഒഴിച്ച് കളഞ്ഞാൽ പെട്ടെന്ന് ചത്തു പോകും. അപ്പോൾ ഒന്നുകൂടെ ഐഡിയ തോന്നിയത് ഏതായാലും ഗപ്പിനെ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗപ്പിനെ ഇന്ന് രാവിലെ തന്നെ പോയി കൊടുന്നു, ഇവർക്ക് ഭക്ഷണമായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഏതായാലും ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് തന്നെ ഇവരെ പണിയെല്ലാം കഴിയും. അപ്പോൾ ഇത്തരം നമ്മുടെ പരിസരങ്ങളിൽ കൂത്താടികളൊക്കെ ഉണ്ടെങ്കിൽ 2 ഗപ്പിനൊക്കെ വാങ്ങിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണമാവും ചെയ്യും, നമുക്കത് വലിയ ഉപകാരപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഒഴിച്ച് കളഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കവുത്തി വെക്കണം. ഇനി കുപ്പികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ കവറിൽ കൊണ്ടുവെക്കാനാണ് ഉദ്ദേശം. എല്ലാ പ്ലാസ്റ്റിക് കുപ്പികളും കവറിലാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഖ്യ കിട്ടാതിരിക്കില്ല. അപ്പോൾ ഗപ്പിയുടെ കുട്ടികളൊന്ന് ഈ ഭാഗത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, വെയിലായ കാരണം കാണുന്നുണ്ട് അറിയില്ല, അടിയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മീൻ പാറ്റിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഇപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട പണികൾ പറഞ്ഞില്ലേ, ഈ കുപ്പികളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ കൂടുതൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.